നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിനു പിന്നാലെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നു. അസമിൽ പ്രതിപക്ഷം ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ 16 പാർട്ടികൾ ചേർന്നുള്ള അസം യുണൈറ്റഡ് പ്രതിപക്ഷ സഖ്യമാണ് ഹർത്താൽ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കേന്ദ്ര സർക്കാർ CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. കേന്ദ്ര വിജ്ഞാപനം വന്നതിനു പിന്നാലെ തന്നെ അസമിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. ഹർത്താലിന്റെ മറവിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2019 പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ സമരങ്ങൾ അരങ്ങേറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അസം. അന്ന് പോലീസ് നടപടിയിൽ 5 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരു തരത്തിലും CAA അംഗീകരിക്കില്ലെന്നും അസമിലെ ജനങ്ങൾക്ക് ഹാനികരമായ ഈ നിയമത്തിനെതിരെ സമാധാനപരവും ജനാധിപത്യപരവുമായ മാർഗത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കുമെന്നും ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ മുഖ്യ ഉപദേശകൻ സമുജ്ജാൽ ഭട്ടാചാര്യ പറഞ്ഞു. CAAക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതി ഉത്തരവ് ലംഘിക്കുന്ന തരത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുന്നറിയിപ്പ് നൽകി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവരും CAAക്കെതിരെ രംഗത്ത് വന്നിരുന്നു. വ്യാപക എതിർപ്പുകൾക്കിടയിൽ 4 വർഷം മുൻപ് പാർലമെന്റിൽ പാസാക്കിയെടുത്ത നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ വിഭാഗീയ അജണ്ട കൂടിയായി പ്രാബല്യത്തിൽ വന്നത്. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തെ വിവാദത്തിലാക്കിയത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽപ്പക്ക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മതിയായ രേഖകളില്ലാതെ തന്നെ 2014 ഡിസംബർ 31 മുൻപ് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം അനുവദിക്കാനാണ് നിയമവ്യവസ്ഥ. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇങ്ങനെ പൗരത്വം നൽകുന്നത്. യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം അപേക്ഷകർ സ്വമേധയാ രേഖപ്പെടുത്തണം. അപേക്ഷകരോട് ഒരു രേഖയും ചോദിക്കില്ല. ഇത്തരത്തിൽ പൗരത്വം നൽകുന്നതിന്റെ വ്യവസ്ഥയും നടപടിക്രമങ്ങളുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച വൈകിട്ട് വിജ്ഞാപനം ചെയ്തത്.